ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിലോ ഏതെങ്കിലും കാര്യങ്ങൾക്ക് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ പഞ്ചാംഗമൊക്കെ നോക്കിയിട്ടാണ് വെളിയിൽ പോയിക്കൊണ്ടിരുന്നത്. സമയം, മുഹൂർത്തം, ദിവസം, തിഥി ഇതെല്ലാം നോക്കിയിട്ടാണ് പോവുക. അങ്ങനെ നോക്കുന്ന കൂട്ടത്തിൽ നോക്കുന്ന 2 ദിവസങ്ങളാണ് ചൊവ്വായും വെള്ളിയും ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ യാത്രകൾ കഴിവതും ഒഴിവാക്കിയിരുന്നു. ഇനി അങ്ങനെ അത്യാവശ്യമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് മാത്രമേ പോകുമായിരുന്നുള്ളൂ. ചൊവ്വായും വെള്ളിയും ഭഗവതിയുടെ ദിവസമാണെന്നാണല്ലോ പറയുന്നത്. ഭഗവതിയുടെ, മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് എവിടെയെങ്കിലും യാത്ര പോകരുതെന്ന് പറയുന്നത്. പിന്നെ ഇതല്ലാതെ മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഇത് പണ്ട് കാലത്തുള്ളവർ ചെയ്തിരുന്ന കാലങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ഇതെല്ലാം നടക്കുമോ എന്ന് ചോദിച്ചാൽ അത് സംശയം തന്നെയാണ്. ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള എന്തെങ്കിലും വിവരണം നൽകാനുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ യാത്ര പോകാൻ പാടില്ല എന്ന് പറയാറുണ്ട്. നമ്മൾ ചൊവ്വാഴ്ച ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന ആ വീടിന് അത് ദോഷമാണ്. നമ്മൾ ഇറങ്ങിപ്പോകുന്ന വീടിന് അങ്ങനെ പ്രത്യേകിച്ച് ഗുണവും ദോഷവും ഒന്നും തന്നെ പറയാറില്ല. കയറി ചെല്ലുന്ന വീടിനാണ് ദോഷം. നേരെ തിരിച്ചാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങി മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ ആ കയറി ചെല്ലുന്ന വീടിന് നല്ലതാണെന്നാണ് പറയുക. ഇറങ്ങുന്ന വീടിന് ദോഷമാണെന്നും പറയാറുണ്ട്. ചൊവ്വാഴ്ചകളിൽ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ അത് നമ്മുടെ വീടിന് ദോഷമാണ്. വെള്ളിയാഴ്ചകളിൽ ആണെങ്കിൽ അത് നല്ലതാണ്. ഈ പറയുന്ന കാര്യങ്ങൾ പണ്ടുള്ളവർ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഫോളോ ചെയ്യാൻ കഴിയില്ല. ഇന്നത്തെ കാലത്ത് തിരക്കുകളും ദൂരദേശങ്ങളിൽ പോയി ജോലി ചെയ്ത് താമസിക്കുന്നവരും ഒക്കെയാണല്ലോ. ധാരാളം പേര് അങ്ങനെയുള്ളവരും ഉണ്ടല്ലോ. അപ്പോൾ ആ ദിവസങ്ങളിൽ ഒരു അവധി കിട്ടുകയാണെങ്കിൽ, ചൊവ്വ വെള്ളി അവധി ദിവസങ്ങൾ കിട്ടുകയാണെങ്കിൽ ആ അവധി വേസ്റ്റ് ചെയ്യാതെ വീടുകളിലേക്ക് ഓടി വരികയാണ് ചെയ്യാറ് പതിവുള്ളത്. വേറൊരു ഉദാഹരണം കൂടി. സുഖമില്ലാതെ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് കിട്ടുന്ന ചൊവ്വ വെള്ളി ദിവസങ്ങൾ ആണെങ്കിൽ അയ്യോ ഇന്ന് ചൊവ്വാഴ്ചയാണ് അല്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് പോകാൻ നല്ല ദിവസം അല്ല എന്ന് ആരും പറയില്ല. പണ്ട് കാലങ്ങളിൽ ഇത് നോക്കി ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും നമ്മുടെ ചുറ്റുപാടുകൾ വേറെയായിരുന്നു. കുറച്ചു ദൂരം കൊണ്ടുപോയി വരാൻ പറ്റുന്ന ദൂരത്തിലായിരിക്കും നമ്മുടെ സ്വന്തങ്ങളും ബന്ധുക്കളും ഒക്കെ. അപ്പോൾ അതൊന്നും ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ചുരുക്കം ചില വീടുകളിൽ ഇന്നും ഇതൊക്കെ നോക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പണം കടം കൊടുക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കടയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ആദ്യം അവരുടെ പണപ്പെട്ടിയിൽ പൈസ വീണതിന് ശേഷമേ അവർ ആർക്കെങ്കിലും പണം കൊടുക്കുകയോ മറ്റോ ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ നേരം സന്ധ്യയായാലും ആരും പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ വെളിയിൽ ആർക്കും കൊടുക്കാറില്ല. ഇതൊക്കെ ഇന്നും പരിപാലിച്ചു പോരുന്നവരുണ്ട്, എനിക്ക് അറിയാവുന്നവരും ഉണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും ശാസ്ത്രീയ വശങ്ങൾ ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും എന്തായാലും പണ്ട് കാലങ്ങളിൽ എല്ലാവരും നോക്കി വന്നത് ഇന്നും ചുരുക്കം ചില വീടുകളിൽ എങ്കിലും ഇതൊക്കെ പരിപാലിച്ച് പോരുന്നവരുണ്ട്. നിങ്ങളുടെയൊക്കെ അറിവിലേക്കായി ഇത് പറഞ്ഞതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.